ഹലോ വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ ജിതിൻ. മക്കളെ, എല്ലാ ആളുകൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് എന്താണെന്നറിയോ? സാധാരണ എക്സാം സമയത്തൊക്കെ ഉണ്ടാകുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സംശയങ്ങളിൽ ഒന്നാണ്, സാർ ഓരോ ചോദ്യങ്ങൾക്കും എത്ര പോയിന്റ് വീതമാണ് നമ്മൾ എഴുതേണ്ടത്? പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. ആ സംശയം ഇന്ന് തീർത്ത് തരാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. എനിക്ക് ആദ്യം പറയാനുള്ളത്, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിർബന്ധമായിട്ട് അവരെന്ത് ചെയ്യണം? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഏറ്റവും പ്രധാനമായിട്ടും ഓരോ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിലേക്കും അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? പോകാം. ആദ്യമായിട്ട് പറയുന്നത് മക്കളെ, ഒരു മാർക്കാണ്. ഒരു മാർക്കിനുള്ള ചോദ്യമാണ് നിങ്ങൾ വന്നതെങ്കിൽ എത്ര പോയിന്റ് നിങ്ങൾ എഴുതണം? മക്കളെ, 1 വേർഡ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, അതിന് ആൻസർ ചെയ്യേണ്ടത് ഒരു 1 വേർഡ് ആൻസർ ആണ് വേണ്ടത്. അതായത് പ്രധാനപ്പെട്ട ഒരു വാക്ക് നിങ്ങൾ എഴുതിയാൽ മാത്രം മതി. അപ്പം സ്വാഭാവികമായിട്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആകെ അത് മാത്രം എഴുതിയാൽ മതി. ഇനി മക്കളെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് 2 മാർക്സ് ആണ്. 2 മാർക്സ് ആകുമ്പോൾ എത്ര പോയിന്റാണ് നമ്മൾ എഴുതേണ്ടത്? ഇതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചില ചോദ്യങ്ങളൊക്കെ 2 മാർക്ക് 2 പോയിന്റ് മാത്രമേ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ 2 പോയിന്റ് മാത്രം എഴുതുക. ചില ചോദ്യങ്ങൾക്ക് അതിന് വേണ്ടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ 4 പോയിന്റുകൾ എഴുതേണ്ടതുണ്ടാവാം. അതായത് അര വീതമുള്ള 4 പോയിന്റുകൾ ഉണ്ടാവാം. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ 4 പോയിന്റുകൾ എഴുതണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ 2 മാർക്ക് നമുക്ക് എന്ത് ചെയ്യുക? കിട്ടുകയുള്ളൂ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 3 മാർക്കിനാണ്. 3 മാർക്കിനും ഇതേപോലെ തന്നെ സെയിം ആണ്. ചിലപ്പോൾ 3 പോയിന്റുകൾ തന്നെ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ 3 പോയിന്റ് എഴുതുന്നു. ഇൻ കേസ് ചിലത് എന്താവാം, ചിലപ്പോൾ 6 പോയിന്റുകളൊക്കെ ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 6 പോയിന്റുകൾ നമുക്ക് എഴുതണം. അപ്പോൾ അര വെച്ചിട്ടുള്ള 6 എണ്ണം ആകുമ്പോൾ എന്തായി? നമുക്കൊരു 3 മാർക്ക് അങ്ങനെ കിട്ടും. അങ്ങനെയാണ് 1, 2, 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പോയിന്റുകൾ എഴുതേണ്ടത്. ഇനി അങ്ങനെയാണെങ്കിൽ മക്കളെ ശ്രദ്ധിക്കണം, നാലാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. മക്കളെ ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കണം. ഒരു 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് വരുന്നതെങ്കിൽ അതിന് എത്ര പോയിന്റ് എഴുതണം? മക്കളെ ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ കയ്യിൽ ഇതുപോലെ തന്നെ ഒരു ഷീറ്റ് ഉണ്ട്. നിങ്ങളിത് ആൻസർ ഷീറ്റാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ആൻസർ ഷീറ്റിനകത്ത് പ്രധാനമായിട്ട് ഈ ഒരു പേപ്പറിനകത്ത് 2 പുറമുണ്ട്. ഇതൊരു പുറമാണ്, അതുപോലെ തന്നെ എന്താണ്, ഇത് മറ്റൊരു പുറമാണ്. അപ്പോൾ 2 പുറങ്ങൾ അടങ്ങിയതാണ് ഈ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് 4 മാർക്കിൻ്റെ ചോദ്യമാണ് നിങ്ങൾ എഴുതേണ്ടതെങ്കിൽ അരപ്പുറമാണ് നിങ്ങൾ എഴുതേണ്ടത്. അരപ്പുറം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു പേജ്, ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു പുറം ഉണ്ടല്ലോ, ഈ പുറത്തിൻ്റെ പകുതി ഭാഗം, ഇത്രയും ഭാഗം, അതായത് ഇവിടെ മുതൽ ഇത്രയും ഭാഗം, അതാണ് ഇതിൻ്റെ അരപ്പുറം. അപ്പോൾ 4 മാർക്കിൻ്റെ ഒക്കെ നിങ്ങൾ എത്രയാണ്? ഇത്രയൊരു അരപ്പുറമാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇൻ കേസ് ഞാൻ പറയാം, ചില ആളുകൾക്കൊക്കെ ചിലപ്പം ഈ ഒരു അരപ്പുറത്തിനേക്കാൾ കുറച്ച് കൂടാറുണ്ട്. അത് എങ്ങനെയാ വെച്ചാൽ ചിലപ്പോൾ ഒരു 3/4 പുറമൊക്കെ ആയിട്ട് മാറാറുണ്ട്. അതായത് ഈ ഒരു അര കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 3/4ലേക്കൊക്കെ വരാറുണ്ട്, ഇവിടെ വരാറുണ്ട്. അതിൻ്റെ കാരണം ഒന്ന് ഹാൻഡ് റൈറ്റിംഗ്, നമ്മൾ എഴുതുന്ന ഹാൻഡ് റൈറ്റിംഗ്, അതുപോലെ തന്നെ ഒരു സെൻറ്റൻസ് എഴുതി നമ്മൾ എത്രയാണോ ഗ്യാപ്പ് ഇടുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യും? ചില ആളുകളത് അര എന്നുള്ളത് എന്ത് ചെയ്യും? ചിലപ്പോൾ 3/4ലേക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യേണ്ടത് കൃത്യമായ കണ്ടന്റുകളിലൂടെ, അതായത് നമ്മൾ ഗ്യാസുകൾ അധികം അടിക്കാതെ കൃത്യമായ കണ്ടന്റുകളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു അരപ്പുറത്തിലേക്ക് എഴുതാൻ ശ്രമിക്കണം. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ഞാൻ പറയുന്നത്. ഇനി മക്കളെ പറയുന്നത്, ഇനി നിങ്ങൾ കണ്ടത് ഒരു 5 മാർക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. 5 മാർക്കിൻ്റെ ചോദ്യത്തിനും ഇതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മക്കളെ, കൃത്യമായി ഒരു പുറമാണ് എന്ത് എഴുതേണ്ടത്. 5 മാർക്കിൻ്റെ ഒരു പുറം നിങ്ങൾ മിനിമം എഴുതണം. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ചില ആളുകളൊക്കെ എഴുതി വരുമ്പോൾ ഒരു പുറവും കഴിയും. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ ഒരു അടുത്ത പുറത്തിൻ്റെ കുറച്ച് ഭാഗം കൂടി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവർ എഴുതാൻ മതി. ചിലപ്പോൾ ഒരു ഭാഗം കൂടി എന്ത് ചെയ്യും? ചിലപ്പോൾ അവർ എഴുതാൻ മതി. അങ്ങനെ ഉള്ള ആൾക്കാരോടാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഒരു പുറം എഴുതുന്നു, ഒരു പുറം എഴുതി, ഇനിയിപ്പോൾ രണ്ടാമത്തെ ഈ ഒരു ഭാഗത്തിൻ്റെ ഇവിടെ എഴുതിയാലൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം? ഒരു പുറത്ത് തന്നെ എഴുതാൻ ശ്രമിക്കുക. കറക്റ്റ് കണ്ടന്റുകളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് ഒരു പുറത്ത് തന്നെ എഴുതാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ ഇങ്ങോട്ട് ഇതുപോലെ തന്നെ കൂടിക്കഴിഞ്ഞാലും അത് നോ പ്രോബ്ലം. അതുകൊണ്ടൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ബേജാറാവേണ്ട ആവശ്യമില്ല. അപ്പോൾ മാക്സിമം എന്ത് വെച്ചാൽ അതിൽ കൂടാതെ എന്ത് ചെയ്യണം? നമുക്ക് നോക്കണം. കാരണം ടൈം ഇമ്പോർട്ടൻ്റ് ആണല്ലോ. കാരണം നമ്മളൊരു ചോദ്യത്തിനകത്ത് ഒരുപാട്, ആ ചോദ്യത്തിന് തന്നെ ഒരുപാട് നമുക്ക് അറിയുന്നതെല്ലാം ഫുള്ള് ആ ചോദ്യത്തിന് തന്നെ അങ്ങ് എഴുതി കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിനൊന്നും അറ്റൻഡ് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ അതൊരു പ്രശ്നമാണ് എന്നുള്ളത് മക്കൾ മനസ്സിലാക്കുക കേട്ടോ. ഇനി മക്കളെ ശ്രദ്ധിക്കേണ്ടത് ഒരു 6 മാർക്കിനാണ്. അപ്പോൾ മക്കളെ ശ്രദ്ധിക്കേണ്ട, അതൊരു എസ്സേ ചോദ്യങ്ങളൊക്കെയാണ് 6 മാർക്കിന് വരിക. 6 മാർക്കിൻ്റെ ഒക്കെ എഴുതുമ്പോൾ കൃത്യമായി പറയാലോ, അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതണം. 6 മാർക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതണം. അപ്പോൾ മാക്സിമം നിങ്ങൾ ചെയ്യേണ്ടത് അതിന് കൃത്യമായ ഒരു ഇൻട്രൊഡക്ഷനും ഒരു കൺക്ലൂഷനും നിങ്ങൾക്ക് വേണം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിന് എത്ര പോയിന്റുകളാണ് അല്ലെങ്കിൽ എത്ര പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് വെച്ചാൽ ഒരു 1.5 പുറമാണ് നമ്മൾ എഴുതേണ്ടത്. 1.5 പുറം. അപ്പോൾ അതിൽ ഈ ഒരു ഭാഗം എഴുതണം, ഇത് കംപ്ലീറ്റ് ചെയ്യുക, പ്ലസ് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യുക, ഈ ഒരു പകുതി വരെയുള്ളത് എഴുതുക, 1.5 പുറം എഴുതുക. ഇനി ഇതിനകത്ത് തന്നെ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം. ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷനും
അതുപോലെ തന്നെ ജസ്റ്റ് ഒരു കൺക്ലൂഷനും അതിനുണ്ടായിരിക്കണം. ആദ്യം ഇൻട്രഡക്ഷൻ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കുക. പിന്നീട് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഓരോ പോയിന്റ് വൈസ് ആണ് നിങ്ങൾക്ക് അറിയുന്നത്, അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് വൈസ് ആണെങ്കിൽ ആ പോയിന്റ് വൈസ് നിങ്ങൾ എഴുതുന്നു. ഇനി ആ പോയിന്റുകൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കൊടുക്കാം. ഓരോ പോയിന്റിൻ്റെയും എക്സ്പ്ലനേഷൻ നിങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ കൃത്യമായി അറേഞ്ച് ചെയ്തുകൊണ്ട് ഓരോ പ്രധാനപ്പെട്ട പോയിന്റിനും കൃത്യമായ എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ട് ലാസ്റ്റ് ഒരു കൺക്ലൂഷനിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അത് അവസാനിപ്പിക്കുന്നു. അങ്ങനെയാണ് ഒരു 6 മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ മക്കളെ, ഇത്രയുമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാക്സിമം ഇതൊക്കെ തന്നെ പ്രധാനമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. എക്സാമിനകത്ത് മാർക്ക് നേടുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള സ്മാർട്ട് വർക്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം നമ്മൾ ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാ ആൾക്കാരും ഇതൊക്കെ ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മാക്സിമം മക്കൾക്ക് ഈ വീഡിയോ ഇതുപോലെ എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിർബന്ധമായി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ എന്ത് ചെയ്യണം, രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ രേഖപ്പെടുത്തണം. കൂടാതെ ഇതേപോലെ തന്നെ ഇനിയുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇനി വീണ്ടും വരും. സോ താങ്ക് യു എവരിവൺ. ബൈ.